ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ശുദ്ധബോധത്തിൻ്റെ സ്വഭാവം. ശുദ്ധബോധം ശുദ്ധമായ അവബോധമാണ്. അവിടെ ചിന്തയോ ബോധമോ ഇല്ല. അവിടെ ഉള്ളെന്നോ പുറമെന്നോ ഇല്ല. അത് സമാനമായ ജ്ഞാനാനന്ദത്തിൻ്റെ സത്തയാണ്. ടോമിൻ്റെയും ജോണിൻ്റെയും അവബോധം വ്യത്യസ്തമായിരിക്കാൻ കഴിയില്ല. അത് ഒന്നാണ്. ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ മാത്രം വ്യത്യാസമുണ്ട്. ശുദ്ധമായ അവബോധത്തിൽ സ്ഥലമോ സമയമോ ഇല്ല. ശുദ്ധമായ അവബോധം അനന്തമാണ്, പരിണാമമില്ലാത്തതാണ്, കാരണത്തിനും ഫലത്തിനും അതീതമാണ്, നന്മയ്ക്കും തിന്മയ്ക്കും അതീതമാണ്. അത് ആഗ്രഹങ്ങളില്ലാത്തതും അത് കാരണം പരിപൂർണവും ശുദ്ധവും സ്വതന്ത്രവുമാണ്. ശുദ്ധബോധം എന്നെന്നും നിലനിൽക്കുന്നു. ശുദ്ധബോധം ശാരീരികമോ മാനസികമോ ആയ ബോധമല്ല. ശാരീരികവും മാനസികവുമായ ബോധം ആശ്രയിക്കുന്നത് സമ്പൂർണ്ണ ബോധത്തെയാണ്. ശുദ്ധബോധത്തിൽ ചിന്ത ഇല്ല. നിങ്ങൾക്ക് അത് ഭാവന ചെയ്യാൻ പോലും സാധിക്കില്ല. ശുദ്ധബോധത്തിൽ ഇന്ദ്രിയങ്ങളുടെ ക്രീഡ ഇല്ല. അവിടെ കാഴ്ചയോ ശ്രവണമോ ഇല്ല. അവിടെ അനുഭവമില്ല. അത് ഒരു ജ്ഞാനത്തിൻ്റെ പിണ്ഡമാണ്. അത് ബ്രഹ്മം അഥവാ അനന്തമാണ്. അവിടെ ദർശിക്കുന്നവനോ അറിയുന്നവനോ ഇല്ല. അത് വസ്തു അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്ക് അതീതമായ ശുദ്ധമായ ആത്മബോധമാണ് അത്. ഇവിടെ അഹംഭാവം പൂർണ്ണമായും നശിച്ചു. ബ്രഹ്മബോധം അതിൻ്റെ പൂർവ്വ യശസ്സോടെ സ്വയം പ്രകാശിക്കുന്നു. തുരീയം, നാലാമത്തെ അവസ്ഥ. ബോധത്തിന് 3 അവസ്ഥകളുണ്ട്: ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്ത്യാവസ്ഥ എന്നിവയാണ്. ഈ 3 അവസ്ഥകളുടെയും അടിസ്ഥാനമായി 3 അവസ്ഥകളെയും ബന്ധിപ്പിക്കുന്ന സാമാന്യമായ ഒരു പരമബോധമുണ്ട്. അതുകൊണ്ടാണ് ഉറക്കമുണർന്ന മനുഷ്യൻ ഗാഠനിദ്രയുടെ ആനന്ദം ഓർമ്മിക്കുന്നത്. സംയോജിപ്പിക്കുന്ന നിത്യമായ ശാശ്വതമായ ബോധം ബ്രഹ്മം അല്ലെങ്കിൽ തുരീയം 4ാമത്തെ അവസ്ഥ ആണ്. അത് ശുദ്ധമായ പൂർണ്ണമായ ബോധമാണ്. അല്ലെങ്കിൽ ഉറങ്ങുന്ന ആളും ഉണരുന്ന ആളും സ്വപ്നം കാണുന്ന ആളും വ്യത്യസ്ത വ്യക്തികളാകും. സ്വപ്നാവസ്ഥയിൽ ജാഗ്രതാവസ്ഥ അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ ഉണരുമ്പോൾ സ്വപ്നാവസ്ഥ ഇല്ല. ഗാഠനിദ്രയിൽ ജാഗ്രതാവസ്ഥയോ സ്വപ്നാവസ്ഥയോ ഇല്ല. അതുകൊണ്ട് ഈ അവസ്ഥകൾ മിഥ്യയാണ്. സത് അഥവാ ബ്രഹ്മം എപ്പോഴും നിലനിൽക്കുന്നു. 3 അവസ്ഥകളെയും സംയോജിപ്പിക്കുന്ന അവസ്ഥ തുരീയാവസ്ഥ മറ്റ് 3 അവസ്ഥകളുടെയും അടിസ്ഥാനമായി എപ്പോഴും നിലകൊള്ളുന്നു. തുരീയാവസ്ഥയാണ് ഒരേ ഒരു യാഥാർത്ഥ്യം. അത് 3 അവസ്ഥകളുടെയും നിശബ്ദ സാക്ഷിയാണ്. മറ്റ് 3 അവസ്ഥകളിൽ നിന്നും അത് വ്യത്യസ്തമാണ്. തുരീയം ബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണം ആണ്. മനസ്സും ബ്രഹ്മവും. പൂർണ്ണം എപ്പോഴും സാക്ഷീകരിക്കുന്ന വിഷയമാണ്. അതിന് ഒരിക്കലും ഗ്രഹിക്കുന്ന വസ്തുവായി മാറാൻ കഴിയില്ല. ആത്മാവ് ഗ്രാഹ്യവസ്തുവായാൽ അത് പരിമിതമായ വസ്തുവായി. ആത്മാവ് എപ്പോഴും അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ സാക്ഷി ആണ്. മനസ്സിന് ബാഹ്യവസ്തുക്കളെ മാത്രമേ അറിയാൻ കഴിയൂ. മനസ്സ് എങ്ങനെ അറിയുന്നവനെ അറിയും? നിങ്ങൾക്ക് നിങ്ങളുടെ ചുമലിൽ എങ്ങനെ കയറാൻ കഴിയും? അഗ്നിക്ക് അഗ്നിയെ കത്തിക്കാൻ കഴിയില്ല. ബ്രഹ്മൻ കാരണമാണ്, മനസ്സ് കാര്യമാണ്. ബ്രഹ്മം അനന്തമാണ്, മനസ്സ് പരിമിതമാണ്. കാര്യം എങ്ങനെ അതിൻ്റെ കാരണം അറിയും? ഒരു അംശം എങ്ങനെ പൂർണ്ണത്തെ അറിയും? പരിമിതം എങ്ങനെ അനന്തതയെ അറിയും? പുസ്തക പാരായണവും സാക്ഷാത്കാരവും പരിമിതമായ ഉപകരണങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ബ്രഹ്മത്തെ പൂർണ്ണതയെ അറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ബുദ്ധി അതിൻ്റെ ശക്തിയും പ്രകാശവും എടുക്കുന്നത് അതിൻ്റെ പ്രഭവസ്ഥാനമായ ബ്രഹ്മത്തിൽ നിന്നാണ്, പരമമായ ആത്മാവിൽ നിന്നാണ്. ഇന്ദ്രിയ വസ്തുക്കളുടെ ഗുണങ്ങൾ, സ്വഭാവം, നിറം, രൂപം മുതലായവ അറിയുവാനേ ബുദ്ധിക്ക് സാധിക്കുകയുള്ളൂ. അറിയുന്നവനെ അറിയുവാൻ അതിന് സാധിക്കുകയില്ല.
ബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഭൗതിക ധാരണ, ഉപനിഷത്തുക്കളുടെ പഠനം അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പരിജ്ഞാനം എന്നിവ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരമോ സ്വാതന്ത്ര്യമോ നൽകില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തനരഹിതമാകണം. അഹംഭാവം ആനന്ദസാഗരത്തിൽ ലയിക്കണം. വ്യക്തിഗത ആത്മാവ് പരമാത്മാവിൽ വിലയിക്കണം. അപ്പോൾ മാത്രമേ സാധകൻ മോക്ഷം നേടുകയുള്ളൂ. ഒരാൾ ഗ്രാമത്തിലെത്തുന്നത് പോലെ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിച്ചേരാനാവുകയില്ല. ഗ്രാമം ഒരുവൻ്റെ ബാഹ്യത്തിലാണ്, പക്ഷേ ബ്രഹ്മം സർവ്വവ്യാപിയാണ്. ബ്രഹ്മം എല്ലായിടത്തുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവാണ്. മനസ്സ് ബ്രഹ്മത്തിൽ വിലയിക്കുന്നു. ഒരു വെള്ളത്തുള്ളി സമുദ്രത്തോട് ചേർന്ന് ഒന്നാകുന്നത് പോലെ വ്യക്തിഗത ആത്മാവ് പരമാത്മാവിനോട് യോജിച്ച് ഒന്നാകുന്നു. ജീവൻ്റെയും ബ്രഹ്മത്തിൻ്റെയും സാമ്യം. വ്യക്തിഗത ആത്മാവും പരമാത്മാവും മുഖ്യമായും ഒന്നാണ്. ഇത് വേദാന്തത്തിലെ അടിസ്ഥാനപരമായ ഉപദേശമാണ്. ഒറ്റനോട്ടത്തിൽ ഈ ധാരണ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മറഞ്ഞിരിക്കുന്ന ഈശ്വരൻ്റെ ശക്തിയായ മായ പരമാത്മാവിൻ്റെ സ്വഭാവത്തെ മറക്കുന്നു. അതിൻ്റെ ഒരംശം വ്യക്തിഗത ആത്മാവായി ജീവനായി കാണിക്കുന്നു. പക്ഷേ ഈ സ്ഥിതി യഥാർത്ഥമല്ല. യഥാർത്ഥ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അത് വെറും ദൃഷ്ടിഗോചരമാണ്. അത് വലിയ നിഗൂഢതയാണ്. തീപ്പൊരി തീ തന്നെയാണ്. ഒരു അലയോ നീർക്കുമിളയോ ജലം തന്നെയാണ്. മോതിരവും വളയും സ്വർണം തന്നെ. രാജകുമാരൻ ഭാവിയിലെ രാജാവാണ്. അതുപോലെ ജീവൻ അല്ലെങ്കിൽ വ്യക്തി പരബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണം തന്നെയാണ്. നിങ്ങൾ ജ്ഞാനത്തിൻ്റെ രാശിയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഞാൻ അജ്ഞാനിയാണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഇത് നിങ്ങളുടെ അവിദ്യ കൊണ്ടാണ്. നിങ്ങൾ സൗന്ദര്യങ്ങളുടെ സൗന്ദര്യമാണ്. നിങ്ങൾ എല്ലാ രൂപങ്ങൾക്കും സൗന്ദര്യം നൽകുന്നു. നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. പക്ഷേ അല്പം നിറത്താൽ നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ ഭൗതിക ശരീരത്തിൻ്റെ ദാസനായി തീർന്നിരിക്കുന്നു. എത്ര സങ്കടകരമായ പരിതാപകരമായ അവസ്ഥ! നിങ്ങൾ യഥാർത്ഥത്തിൽ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. പക്ഷേ വിവിധ ആഗ്രഹങ്ങൾ കാരണം നിങ്ങൾ ഒരു യാചകനായി. നിങ്ങൾ അനന്തതയാണെങ്കിലും ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിലൂടെ ഞാൻ 5 അടി 5 ഇഞ്ചാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സമയത്തിന് അതീതമാണ്, ശാശ്വതമാണ്. ഞാൻ 30 വയസ്സ് പ്രായമുള്ളവനാണ് എന്ന് നിങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മരണമില്ലാത്തവനാണ്. യമരാജാവ് നിങ്ങളെ ഭയപ്പെടുന്നു. നിങ്ങളുടെ ആജ്ഞ നടപ്പിലാക്കാനായി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷേ നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നു. എല്ലാ പരിമിതികൾക്കും മേലെ ഉയർന്ന് ഞാൻ അനന്തമായ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറയ്ക്കുക. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുക. ബ്രഹ്മത്തെക്കുറിച്ച് മനനം ചെയ്യുക. ബ്രഹ്മത്തെ ധ്യാനിക്കുക. ബ്രഹ്മത്തിനോട് ഭക്തി ചെലുത്തുക. ബ്രഹ്മപരായണനാകുക. ബ്രഹ്മത്തിൽ ശരണം പ്രാപിക്കൂ. ബ്രഹ്മത്തെക്കുറിച്ച് സാധകന്മാരുമായി എപ്പോഴും സംഭാഷണം ചെയ്യുക. ബ്രഹ്മത്തിൽ നിമഗ്നനാകുക. ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുക. നിങ്ങളുടെ മനസ്സും പ്രാണനും ബ്രഹ്മത്തിൽ ലയിക്കട്ടെ. ഇതാണ് ബ്രഹ്മാഭ്യാസം അഥവാ ജ്ഞാനാഭ്യാസം, ബ്രഹ്മചൈതന്യം അല്ലെങ്കിൽ വേദാന്ത സാധന.